പൂരാടൻ തിരുനാൾ റാണി സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ 1924 മുതൽ 1931 വരെ ശ്രീ ചിത്ര തിരുനാളിന് പകരമായിട്ട് റീജൻ്റായിട്ട് ഭരണം നിർവഹിച്ച റാണിയാണ് റാണി സേതു ലക്ഷ്മിബായി. പ്രധാന പരിഷ്കാരങ്ങൾ നോക്കാം. 1925 സ്വയംഭരണം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾ സ്ഥാപിക്കുകയുണ്ടായി. 1924 മുതൽ 31 വരെയായിരുന്നു റാണിയുടെ കാലഘട്ടം. അപ്പോൾ 25-ലെയാണ് നമ്മൾ പറയുന്നത്. 1925 സ്വയംഭരണം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചു. അതുപോലെ ഉച്ചഭക്ഷണ പരിപാടി പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുനിരത്തുകൾ നിർമ്മിക്കപ്പെട്ടു. ഹൈ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു. പിന്നെ നമ്മൾ PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റു കാര്യങ്ങളാണ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആര്, മൃഗബലി നിരോധിച്ചത് ആര് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെ റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. 1925 ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിൻ്റെ കീഴിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിക്കുകയുണ്ടായി. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വിമൻസ് കോളേജ് 1ാം ഗ്രേഡ് കോളേജായി ഉയർത്തിക്കൊണ്ടുവന്നതും റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരമാണ് 1925 നായർ റെഗുലേഷൻ ആക്ട് എന്നത്. ഈ ആക്ടിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാൾ നിലനിന്നിരുന്ന മരുമക്കത്തായത്തിന് പകരം മക്കത്തായം ഏർപ്പെടുത്തിയ പരിഷ്കാരമായിരുന്നു ഇത്. ഇതും ചോദിക്കാറുള്ളതാണ്. 1925 നായർ റെഗുലേഷൻ ആക്ട് വന്നത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. മറ്റ് പരിഷ്കാരങ്ങളാണ് വർത്തമാന പത്ര നിയമം നിലവിൽ വന്നത്. 1929 കാലഘട്ടത്തിൽ തിരുവനന്തപുരം പട്ടണം വൈദ്യുതീകരിച്ചു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് റാണി സേതു ലക്ഷ്മിബായി അധികാരത്തിൽ കയറുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഈ വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് സേതു ലക്ഷ്മിബായിക്കാണ്. 1925 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി സന്ദർശിച്ചത് സേതു ലക്ഷ്മിബായിയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേതു ലക്ഷ്മിബായിയാണ്. റാണി സേതു ലക്ഷ്മിബായി അധികാരത്തിൽ എത്തുന്ന സമയം 1924. ഈ 1924 മറ്റൊരു പ്രധാന സംഭവമാണ് നമ്മൾ 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924 വെള്ളപ്പൊക്ക സമയത്ത് തിരുവിതാംകൂറിൽ അധികാരത്തിൽ വന്ന ഭരണാധികാരി അല്ലെങ്കിൽ റീജൻ്റാണെന്ന് നമ്മൾ ഓർക്കണം. റീജൻ്റാണ് റാണി സേതു ലക്ഷ്മിബായി. ഇനി മറ്റ് പ്രധാനപ്പെട്ടൊരു സംഭവമാണ് തിരുവിതാംകൂറിൽ റെയിൽവേ എത്തുന്നതും അതുപോലെ തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നതും റാണിയുടെ കാലഘട്ടത്തിലാണ്. റീജൻ്റായിട്ട് സേതു ലക്ഷ്മിബായി ഭരണം നിർവഹിക്കുന്ന കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ റെയിൽവേ എത്തുന്നതും സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പണി കഴിക്കുന്നതും. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ടെലിഫോൺ സൗകര്യം ഏർപ്പെടുത്തിയതും റാണിയുടെ കാലഘട്ടത്തിലാണ്. ബഹുഭാര്യാത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. വളരെ കുറച്ച് കാലഘട്ടം മാത്രമാണ് റാണി സേതു ലക്ഷ്മിബായി റീജൻ്റായിട്ട് ഭരണം അനുഷ്ഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, മൃഗബലി നിരോധിക്കുകയുണ്ടായി, നായർ റെഗുലേഷൻ ആക്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിനെ നമ്മൾ പറഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആ ഒരു ടൈമിലൊക്കെ തീരുമാനമെടുക്കുന്നതും എല്ലാം റാണിയാണ്. ഇതിൽ ഓർത്തിരിക്കേണ്ട കാലഘട്ടം എന്ന് പറയുന്നത് അവർ ഭരിച്ച കാലഘട്ടമാണ്. 1924 to 31 വരെയുള്ള കാലഘട്ടം. അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, മൃഗബലി നിരോധിച്ചു. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആ ഒരു റാണിയുടെ കാലത്തെ ദിവാനായിരുന്നു മിസ്റ്റർ M.E. വാട്ട്സ്. പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു, പൊതുനിരത്തുകൾ നിർമ്മിക്കപ്പെട്ടു തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. താങ്ക് യു.